ഉച്ചക്കലത്തെ ഈ പൊള്ളുന്ന വെയിൽ കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് ഞാൻ ജാനിക്കുട്ടിയുടെ അടുക്ക വരെ പോവാണ്. അവിടെ അവരിന്ന് ശബരിമലയ്ക്ക് പോകുന്ന ദിവസമാണ്. എനിക്ക് അവധിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ജാനിക്കുട്ടിയോട് ദക്ഷിണ മേടിക്കണമല്ലോ. അപ്പോൾ അവിടെ ചെന്ന് പരിപ്പും പപ്പടമൊക്കെ കൂട്ടി ഇച്ചിരി ചോറുണ്ടു. പിന്നെ കന്നിമല പോകുന്നതുകൊണ്ട് പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കെട്ടുമുറുക്കിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറുപ്പൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു ഇട്ടുകൊണ്ട് പോകാനുള്ളത്. അയ്യപ്പന് ചാർത്താനുള്ള മാലയൊക്കെ മാമി കെട്ടിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞ് നെയ്ത്തേങ്ങയൊക്കെ നിറയ്ക്കുന്നുണ്ട്. കെട്ട് നിറച്ച് അവരിറങ്ങണമെന്നുണ്ട്. ഒരു 3:30 ആവും. ആ സമയം വരെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ദക്ഷിണയൊക്കെ മേടിച്ച് ഇങ്ങോട്ട് പോരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് പായസമൊക്കെ എടുത്തുകൊണ്ടാണ് പോരുന്നത് അജയണ്ണൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കെട്ട് നിറയ്ക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അവിടുത്തെ ഫോണിൽ എല്ലാവരും എടുത്തൊക്കെ എഡിറ്റ് ചെയ്ത് ഇതിനകത്ത് ചേർക്കുവാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ ഇതിൻ്റെ വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ടൊന്നും എടുത്തിടാൻ ഞാൻ അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് പറ്റിയില്ല. കന്നിമല പോവായതുകൊണ്ട് തന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എല്ലാവരും വന്നു. അവിടെ മുതിർന്നവർക്കെല്ലാം ജാനിക്കുട്ടി ദക്ഷിണയൊക്കെ കൊടുത്തു. ഇതിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ആരോ കമൻ്റ് ഇട്ട് ചോദിച്ചായിരുന്നു, ജാനിക്കുട്ടി പോയപ്പോൾ അമ്മ അവിടെ ചെന്നില്ലായിരുന്നോ എന്നൊക്കെ. അമ്മ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും ദക്ഷിണയൊക്കെ കൊടുത്തു. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി അവർ നേരെ ദേശദേവതയുണ്ട് അവിടെ ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുതു. അവിടുന്ന് പിന്നെ സ്റ്റാൻഡിലോട്ട് കാറിൽ പോയിട്ട് അവിടുന്ന് ഇഷ്ടംപോലെ പമ്പ ബസ്സുകളുണ്ട്. അങ്ങനെ ബസ്സിനാണ് അവർ പോയത്. 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് കയറി. അവരവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുമ്പ് അവർക്ക് തൊഴുതിറങ്ങാൻ പറ്റി. അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് നടന്നു കിട്ടിയത്. ചെറുപ്പത്തിലെ ജാനിക്കുട്ടിയെ ശബരിമലയിൽ കൊണ്ടുപോകണമെന്നുള്ളത്. പത്തനംതിട്ടയിലായിട്ട് പോലും നമുക്ക് എത്തപ്പെടാനുള്ള സമയം ഇതായിരുന്നു. അങ്ങനെ അവർ പോയി ഹരിവരാസനം കേട്ട് തൊഴുതിറങ്ങി. വെളുപ്പിന് 5:30 ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ജാനിക്കുട്ടിയുടെ ഒരു കുഞ്ഞ് ചാനലുണ്ട്, ജാനീസ് വേൾഡ് എന്നും പറഞ്ഞ്. അതിനകത്ത് വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ.